മലയാളികൾക്ക് സുപരിചിതയാണ് ആര്യ. ബെഡായി ബംഗ്ലാവിലൂടെ താരമായ ആര്യ ബിഗ് ബോസ് മത്സരാർത്ഥിയായും കയ്യടി നേടിയിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 2 മത്സരാർത്ഥിയായിരുന്നു ആര്യ. അവതാരക എന്നതിനൊപ്പം അഭിനേത്രിയായും ശ്രദ്ധ നേടിയിട്ടുള്ള ആര്യ സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ്. ആര്യയുടെ വീഡിയോകളും പോസ്റ്റുകളുമെല്ലാം ചർച്ചയായി മാറാറുണ്ട്. ഇപ്പോഴിതാ ബിഗ് ബോസ് താരം ജിൻഡോയെക്കുറിച്ചുള്ള ആര്യയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും ശ്രദ്ധ നേടുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ശ്രദ്ധേയരായ മത്സരാർത്ഥികളിൽ ഒരാളാണ് ജിൻഡോ. തുടക്കത്തിൽ മണ്ടനെന്ന് പലരും വിളിച്ച 2ാം ആഴ്ചയിലെത്തിയപ്പോൾ ഹീറോയായി മാറി. എന്നാൽ 3 ആഴ്ചകൾ പിന്നിടുമ്പോൾ ജിൻഡോ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും ബുദ്ധിമാനായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ടാസ്കിന് ശേഷം ജിൻഡോയും വീട്ടിലെ മറ്റംഗങ്ങളും തമ്മിൽ വലിയ വാക്പോര് തന്നെ നടന്നിരുന്നു. രംഗം വഷളായപ്പോൾ ജിൻഡോയും ഗബ്രിയും തമ്മിൽ കയ്യാങ്കളിയിലേക്കെത്തി. ഇതോടെ ജിൻഡോയെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. അവിടെ വെച്ച് ജിൻഡോ ബിഗ് ബോസിൽ നടന്നതിനെക്കുറിച്ച് വൈകാരികമായി സംസാരിച്ചിരുന്നു. ഇതിന്റെ വീഡിയോ പങ്കിട്ടുകൊണ്ടാണ് ആര്യയുടെ പ്രതികരണം. ഈ മനുഷ്യനാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 മുഖം എന്നാണ് ആര്യ ജിൻഡോയെക്കുറിച്ച് പറയുന്നത്. BB6 ജിൻഡോയ്ക്ക് മുമ്പും ജിൻഡോയ്ക്ക് ശേഷവും എന്നറിയപ്പെടും. ഇയാൾ ശരിക്കും ഒരു കുഞ്ഞുവാവയാണ്. മുമ്പൊരിക്കലും ഒരാളും ബിഗ് ബോസിന് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. ഒരമ്മ തൻ്റെ സങ്കടപ്പെട്ടിരിക്കുന്ന കുഞ്ഞിനെ കേട്ടിരിക്കുന്നത് പോലെ കേൾക്കുന്നതും കണ്ടിട്ടില്ലെന്നും ആര്യ പറയുന്നുണ്ട്. റസ്മിനും ജിൻഡോയും തമ്മിലായിരുന്നു വലിയ അടി നടന്നത്. ജിൻഡോ റസ്മിൻ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാലിനെ അപമാനിച്ചുവെന്ന് ആരോപിച്ചു. അതിൻ്റെ കാരണം റസ്മിൻ വരുന്ന ഏരിയയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞതോടെയാണ് റസ്മിൻ കുപിതയാകുന്നത്. പിന്നാലെ ജിൻഡോയെ പവർ റൂമിലെ കാര്യങ്ങൾ പുറത്തു പറയുന്നതിനെ അർജുനും റസ്മിനും ചേർന്ന് ശിക്ഷിക്കുകയായിരുന്നു. ഫ്ലോർ ക്ലീൻ ചെയ്യുകയായിരുന്നു ശിക്ഷ. ഇതിനിടെ റസ്മിനും ജിൻഡോയും വീണ്ടും വഴക്കായി. തുടർന്ന് റസ്മിൻ വേസ്റ്റ് ബിന്നിലെ മാലിന്യം എടുത്തുകൊണ്ടുവന്ന് ഫ്ലോറിൽ ഇട്ടത് വലിയ വിമർശനത്തിന് ഇടയാക്കി. തുടർന്ന് വലിയ വാക്പോരുകൾക്ക് വീട് സാക്ഷ്യം വഹിച്ചു. തനിക്ക് ലഭിച്ച ശിക്ഷ ജിൻഡോ ചെയ്യുന്നതിനിടെ ഗബ്രിയും അർജുനും ജാസ്മിനും ചേർന്ന് ജിൻഡോയെ പ്രകോപിപ്പിക്കുകയായിരുന്നു. ഈ സമയത്താണ് ജിൻഡോയും ഗബ്രിയും തമ്മിൽ കയ്യാങ്കളിയുടെ വക്കിലേക്ക് എത്തുന്നതും ജിൻഡോയെ ബിഗ് ബോസ് വിളിപ്പിക്കുന്നതുമെല്ലാം. ബിഗ് ബോസിന് മുന്നിൽ വച്ച് റസ്മിൻ്റെ നാടിനെ പറ്റി പറഞ്ഞതിന് ജിൻഡോ മാപ്പ് പറഞ്ഞിരുന്നു. അതേസമയം ഇന്നത്തെ ജിൻഡോയുടെ പ്രകടനം അദ്ദേഹത്തിന് ഗെയിം പ്ലാനിംഗ് ആയിട്ടാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത്.